ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. എൻ്റെ പ്രിയ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ? അൽഹംദുലില്ലാഹ്, സുഖം തന്നെയല്ലേ? അപ്പോൾ നമ്മളെല്ലാവരും കാത്തിരുന്ന നമ്മുടെ വീടും പരിസരമൊക്കെ ശുദ്ധിയാക്കി, നമ്മുടെ മനസ്സും അതുപോലെ ശുദ്ധിയാക്കി നമ്മൾ കാത്തിരുന്ന നമ്മുടെ റമളാൻ മാസം അൽഹംദുലില്ലാഹ്, മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ് നമ്മുടെ മുന്നിലേക്ക് വന്നെത്തിച്ചേർന്നിരിക്കുന്നു. കഴിഞ്ഞ റമളാനുകളിലൊക്കെ നമ്മുടെ ഒരു പ്രാർത്ഥനയുമില്ലേ, നമ്മുടെ അടുത്ത റമളാനിലും നമുക്ക് ആരോഗ്യവും ആയുസ്സോടും കൂടി റമളാനിലെ നോമ്പ് നോൽക്കാൻ, ഈ ഒരു വർഷത്തെ റമളാനിലെ നോമ്പ് നോൽക്കാൻ നമുക്ക് ആയുസ്സും ആരോഗ്യമൊക്കെ പടച്ചവനെ തമ്പുരാനെ നീ തരണേ എന്നൊരു പ്രാർത്ഥന നമുക്കുണ്ടായിരുന്നു. അപ്പോൾ അൽഹംദുലില്ലാഹ് നമ്മളൊന്നൊരു കുഴപ്പമില്ലാതെ ഈ റമളാനിലും ആയുസ്സോടു കൂടിയുണ്ട്. ഇനി ഈ റമളാനിലെ 30 നോമ്പും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തോടെ ഒരു കുഴപ്പമൊന്നുമില്ലാതെ മനസ്സിന് സംതൃപ്തിയോടു കൂടി ആരോഗ്യത്തോടു കൂടി നോറ്റ് വീട്ടാൻ കഴിയണേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. നമ്മളിൽ ചില ആൾക്കാർക്കൊക്കെ അല്ലേ, ഈ റമളാനിലെ നോമ്പ് വരിക എന്ന് പറയുമ്പോൾ ഒരു പേടിയും ഭയമൊക്കെ കാരണം. എന്താ ഈ നോമ്പ് എങ്ങനെ നോൽക്കുക, ഇനിയിപ്പോൾ ചൂടാണ്, നോറ്റ് കൂട്ടാൻ കഴിയൂലേ, അതേപോലെ വിശക്കുമോ ദാഹിക്കുമോ, എന്നെക്കൊണ്ട് അതിന് കഴിയൂലേ ഒരു നോമ്പിനൊരു പേടിയോട് കൂടിയേക്കാറില്ലേ ചില ആളുകൾ സ്വീകരിക്കുക. എന്നാൽ ചില ആളുകൾ നേരെ മറിച്ചായിരിക്കും ചിന്തിക്കുക. റമളാൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് അത്രയും നേരം അള്ളാഹുവിനോട് അടുക്കാലോ, ഇബാദത്ത് ചെയ്യാലോ, അങ്ങനൊരു സന്തോഷത്തോടു കൂടിയായിരിക്കും ചില ആളുകൾ റമളാനിനെ വരവേൽക്കുക. ഈ പുണ്യ റമളാനെ നമ്മൾ ഒരിക്കലും ഭയത്തോടു കൂടി പേടിയോടു കൂടി സ്വീകരിക്കരുത്. നിറഞ്ഞ മനസ്സോടു കൂടി സന്തോഷത്തോടു കൂടി നമ്മൾ സ്വീകരിക്കണം. റമളാൻ എന്ന് പറഞ്ഞാൽ, റമളാനിലെ നോമ്പ് എന്ന് പറഞ്ഞാൽ പേടിക്കാനൊന്നുമില്ല. അത് നമുക്കൊരു പടച്ചവൻ തരുന്നൊരു ശക്തിയാണ്. നമുക്ക് വിശപ്പും ദാഹവും എല്ലാം സഹിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു ശക്തി തരുന്നുണ്ട്. റമളാനിലെ ഈ നോമ്പ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര ഒരു പ്രത്യേകതയായിട്ടാണ് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ ഭയങ്കര ഒരു ശക്തിയുള്ള പോലെയൊക്കെ തോന്നും. കാരണം എനിക്ക് റമളാനിലെ നോമ്പല്ലാത്ത ദിവസങ്ങളിൽ നമ്മുടെ ഭക്ഷണത്തിൻ്റെ സമയത്തിൻ്റെ ആ കൃത്യനിഷ്ഠതയൊക്കെ തെറ്റിക്കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിഞ്ഞാൽ എനിക്കിങ്ങനെ ഭയങ്കരമായിട്ട് വാലിൻ്റെ കൂടെ ഇങ്ങനെ കത്തിക്കാളെന്നൊക്കെ പറയുന്നത് അങ്ങനെയൊക്കെ ഉണ്ടാവും. അതുപോലെ തലവേദന വരും, ഛർദ്ദിക്കാൻ വരും, അങ്ങനെ ഒരു മൈഗ്രെയിൻ്റെ ആ ലക്ഷണങ്ങളൊക്കെ വരും കേട്ടോ. ഭയങ്കര ഒരു ഇടങ്ങാറ്, എന്നെക്കൊണ്ട് വിശപ്പ് സഹിച്ച് നിൽക്കാൻ കഴിയില്ല. ഒരുപാടൊന്നും കഴിക്കൂലെങ്കിലും ആ ഭക്ഷണത്തിൻ്റെ കറക്റ്റ് സമയമായി കഴിഞ്ഞ് കറക്റ്റ് സമയമല്ല, വിശന്നിരിക്കാൻ എന്നെക്കൊണ്ട് കഴിയില്ല. അപ്പോൾ എനിക്കിങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്കിങ്ങനെ തളർച്ച ഇതൊക്കെ വരും. പക്ഷേ ഈ റമളാനിൽ എനിക്ക് ഭയങ്കര ഒരു അത്ഭുതമായിട്ട് എൻ്റെ കാര്യത്തിൽ തോന്നുന്നതാണ്. പറയുമ്പോൾ രാവിലെ നമ്മൾ സുബഹി ബാങ്കിൻ്റെ മുമ്പ് ഫുഡ് കഴിച്ചിട്ട് പിന്നെ മഗ്‌രിബിന് ബാങ്ക് കൊടുക്കുന്നത് കഴിക്കുന്നത്, അതുവരെ എനിക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങളോ ഒന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവണില്ല. അപ്പോൾ ഞാനിങ്ങനെ കരുതും അത് വല്ലാത്തൊരു ശക്തി തന്നെയാണ് കേട്ടോ. അല്ലാത്ത ദിവസങ്ങളിൽ എനിക്കൊരു നേരം വിശന്നിരിക്കാൻ കഴിയണില്ല. പക്ഷേ റമളാനിൽ ഞാൻ എത്ര നേരം വിശന്നിരിക്കുന്നുണ്ട്, പക്ഷേ എന്നെക്കൊണ്ട് അതിന് കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, എന്നെ സംബന്ധിച്ചിടത്തോളം റമളാൻ മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു ശക്തിയായിട്ടാണ് തോന്നുന്നത്. എന്നെക്കൊണ്ട് അത് കഴിയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ഒരു കഴിവ് തന്നെയാണ് അത് കേട്ടോ. എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് ഞാൻ റമളാനിൻ്റെ നോമ്പിനെ ഭയങ്കര ഒരു അത്ഭുതമായിട്ടാണ് കാണുന്നത് കേട്ടോ. ഒരു ശക്തിയോട് കൂടിയാണ്, ശക്തി ഉണ്ട് എന്നുള്ള ഒരു നിലയിലാണ് ഞാൻ കാണുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല റമളാനിലെ നോമ്പിൻ്റെ ഒരു പ്രത്യേകത നിൽക്കണം, അതെനിക്ക് എന്തായാലും ഉറപ്പാണ്. കാരണം എന്താ വെച്ചാൽ എൻ്റെ ഒരു അനുഭവമാണ്. അതുകൊണ്ട് നമ്മൾ ആരും റമളാനിനെ പേടിയോട് കൂടി സ്വീകരിക്കരുത്. വളരെ നിറഞ്ഞ മനസ്സോടുകൂടെ സന്തോഷത്തോടു കൂടെ സ്വീകരിക്കണം. എല്ലാവരെ കൊണ്ടും കഴിയും ഈ നോമ്പ് നോറ്റ് കിട്ടാനും. എല്ലാവർക്കും അതിനുള്ള ആരോഗ്യവും ആഫിയത്തൊക്കെ പടച്ചവൻ നമുക്ക് തരട്ടെ. അപ്പോൾ ഒരുപാട് പോരിശുള്ള പുണ്യ റമളാൻ നമ്മുടെ മുന്നിലേക്ക് അൽഹംദുലില്ലാഹ് വന്നെത്തി. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒരുപാട് ഇബാദത്തുകളിൽ മുഴുകാൻ നമ്മളെ കൊണ്ട് കഴിയണം. ഒരുപാട് നന്മകൾ ചെയ്യാൻ, പുണ്യപ്രവൃത്തികൾ ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയണം. ഈ ഒരു മാസം നമ്മുടെ ഇബാദത്തിനൊന്നും തടസ്സം വരാതിരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ശൈത്താനും പിശാചുകളൊക്കെ ചങ്ങല കൊണ്ട് ഇങ്ങനെ പിടിച്ച് കെട്ടിയിട്ടേക്കാണ്. അപ്പോൾ ആ ശൈത്താന്മാരും പിശാചുകളൊക്കെ നമ്മളെ ഇബാദത്തുകൾ മുടക്കാൻ വേണ്ടി ആ ചങ്ങലയിൽ കിടന്നിങ്ങനെ എന്താണ് കുതിര എന്നൊക്കെ പറയില്ലേ, ആ ഒരു അവസ്ഥയിൽ നിൽക്കണം നമ്മൾ എങ്ങനെയെങ്കിലും ഒന്ന് വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ട്. അത്രയും നല്ലൊരു പുണ്യമാസമായതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പിടിച്ച് കെട്ടിയിട്ടേക്കണം. അപ്പോൾ നമ്മുടെ ഇബാദത്തുകൾക്കൊന്നും ഒരു തടസ്സം വരില്ല, ഒരു ശൈത്താൻ്റെ ശല്യം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഒരുപാട് ഇബാദത്തുകളും പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അതുപോലെ സ്വർഗ്ഗത്തിൻ്റെ വാതിൽ, അൽ റയാൻ എന്ന പേരുള്ള സ്വർഗ്ഗത്തിൻ്റെ വാതിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടിയിട്ട് തുറന്നു വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ റമളാനിലെ ഓരോ നിമിഷവും ഇബാദത്തിന് വേണ്ടിങ്ങാണ്ട് തിരഞ്ഞെടുക്കണം. അതുപോലെ റമളാനിലെ ഏറ്റവും പുണ്യമായ സുന്നത്താക്കപ്പെട്ട ഒരു നിസ്കാരമാണ് തറാവി നിസ്കാരം. അത് എല്ലാവരും ഈ 30 നോമ്പിൻ്റെ കൂടെ ഇൻഷാ അല്ലാഹ് 30 കിട്ടുകയാണെങ്കിൽ ആ തറാവി നമസ്കാരവും നിർവഹിക്കുമെന്ന ഒരു നിയ്യത്ത് മനസ്സിൽ വെക്കണം. സ്ത്രീകളെ സംബന്ധിച്ച് ചിലതൊക്കെ അവർക്ക് ആ സമയത്ത് പോകും, പക്ഷേ അല്ലാത്ത സമയത്തെ നിസ്കാരങ്ങളൊക്കെ അവരും തന്നെ നമസ്കരിക്കാൻ നോക്കണം. ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നതിലേറെ കൂലിയും പ്രതിഫലമൊക്കെ ഉണ്ടല്ലോ ജമാഅത്തായിട്ട് നിസ്കരിക്കാനും. നമ്മുടെയൊക്കെ അടുത്ത പള്ളികളിലൊക്കെ ജമാഅത്തായിട്ട് നമസ്കരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ച് പള്ളിയിലുമുണ്ട്. അതുപോലെ അടുത്തുള്ള മദ്രസകളിൽ ചെറിയ ചെറിയ ഓഡിറ്റോറിയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ സ്ത്രീകളും കൂട്ടമായിട്ടൊക്കെ നമസ്കരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ജമാഅത്തുകളിലൊക്കെ പങ്കെടുക്കുക. തറാവി നമസ്കാരം പിന്നെ നമ്മൾ നിസ്സാരമായിട്ട് കാണരുത്.
ഈ റമദാൻ മാസത്തിൽ മാത്രം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരുന്നൊരു നിസ്കാരമാണ് തറാവീഹ് നിസ്കാരം. കഴിഞ്ഞ എല്ലാവരും അത് നിർവഹിക്കുക, ജമാഅത്തായിട്ട് തന്നെ നിർവഹിക്കാൻ നോക്കുക. ചില ആളുകളുണ്ടല്ലേ ഈ 30 ദിവസത്തെ നോമ്പിനും കൂടി ഒരുമിച്ച് നിയ്യത്ത് വെക്കുന്നത്. അങ്ങനെ വെക്കാൻ പാടുണ്ടോ ഇല്ലെന്നതിൽ എനിക്കതിനെപ്പറ്റി ശരിക്കും അറിയില്ല. ചില ആളുകൾ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് 30 കൂടി ഒരുമിച്ച് വെക്കുന്നുണ്ട് എന്നുള്ളത്. പക്ഷേ അതിനാരൊക്കെ ശ്രേഷ്ഠതയായിട്ട് എനിക്ക് തോന്നുന്നത് അങ്ങനെ വെച്ചാലും കൂടിയിട്ട് ഓരോ ദിവസത്തെ നോമ്പിനും പ്രത്യേകമായിട്ട് നിയ്യത്ത് വെക്കുന്നതാണ് ഒന്നുകൂടി നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങളൊക്കെ ആദ്യമൊക്കെ ഈ തറാവീഹ് നിസ്കാരം നിസ്കരിക്കുമ്പോഴേ ഈ തറാവീഹ് നിസ്കാരം കഴിഞ്ഞ് വിത്തർ നിസ്കരിക്കൂലേ, അതിൻ്റെ ഇടയിൽ എല്ലാവരും നാളത്തെ നോമ്പിൻ്റെ നിയ്യത്ത് എല്ലാവരും കൂടി അങ്ങനെ വെക്കലുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അതേപോലെ തറാവീഹ് നിസ്കാരം കഴിഞ്ഞിട്ട് വിത്തറിൻ്റെ കടിയിലായിട്ടായിരിക്കുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് നമുക്ക് നിയ്യത്ത് വെക്കുന്നത് ഒന്നുകൂടി നല്ലതായിരിക്കും എന്നുള്ളത്. പക്ഷെ നിയ്യത്ത് വെക്കുമ്പോൾ നമ്മൾ അടുത്ത നോമ്പ് ഓരോ നോമ്പിനും വേണ്ടി നിയ്യത്ത് വെക്കുമ്പോഴും നമുക്ക് ആ നോമ്പ് ഇടങ്ങേറും ബുദ്ധിമുട്ടും ഒന്നുമില്ലാതെ ക്ഷീണവും വഴക്കൊന്നുമില്ലാതെ നല്ല നിലക്ക് ആ നോമ്പ് നോറ്റ് വീട്ടാൻ വേണ്ടിയിട്ട് കൂടി നമ്മൾ അതിൻ്റെ കൂടെ പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ നമ്മൾ അത്താഴം കഴിക്കാൻ വേണ്ടി നിൽക്കൂലേ, അപ്പോൾ അത്താഴം കഴിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് 2 റക്അത്ത് തഹജ്ജുദ് നമസ്കരിക്കുക. അതും വളരെ റമദാനിൽ തഹജ്ജുദ് നമസ്കാരത്തിന് തന്നെ പ്രത്യേകം കൂലിയുണ്ട്. അപ്പോൾ റമദാനിലെ തഹജ്ജുദ് നമസ്കാരം കൂടി ആകുമ്പോൾ അത് പ്രത്യേകമായിട്ട് ഇരട്ടി പ്രതിഫലം പടച്ചോൻ തമ്പുരാൻ തരുന്നതാണ്. അപ്പോൾ നമ്മൾ എന്തായാലും പിന്നെ അത്താഴം കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കും. അപ്പം അതിൻ്റെ ആ നീക്കുന്ന സമയത്ത് നമ്മൾ 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ച് അതിൻ്റെ കൂലിയും പോരിശയും കൂടി നമ്മൾ അള്ളാഹുവിൻ്റെ അടുത്തുനിന്ന് വാങ്ങണം. അതുപോലെ നമ്മൾ അത്താഴം കഴിക്കുമ്പോൾ അത്താഴം കഴിക്കുന്ന നിയ്യത്തും കൂടി വെക്കണം. അപ്പം അതിൻ്റെ കൂലിയും കൂടി നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ റമദാനിൽ നമ്മൾ ഒരു ഖത്തമെങ്കിലും ഓതി തീർക്കണം. ചില ആളുകളുണ്ടല്ലേ 2, 3 റമദാനിൽ ഓതി തീർക്കുന്നത്. അങ്ങനെ സ്പീഡിൽ ഓതി തീർക്കണമെന്നില്ല, സാവധാനം അതിൻ്റെ പോരിശയോടുകൂടി അതിൻ്റെ എല്ലാ എന്താ പറയുക പരിശുദ്ധിയോട് കൂടി ഓതൂലേ, അങ്ങനെ ഓതി സാവധാനം തീർത്താൽ മതി. ധൃതി പിടിച്ച് ഓതണമെന്നില്ല, ഇല്ലത് നമ്മൾ വൃത്തിയിലും വെടിപ്പിലും ഓതി തീർക്കുക. അങ്ങനെ ഈ റമദാനിൽ ഒരു ഖത്തെങ്കിലും എല്ലാവരും ഓതി തീർക്കണം. അതുപോലെ തന്നെ റമദാനിലെ ഓരോ 10 ദിക്റുകളും 30 ദിവസത്തെ ദിക്റുകളുണ്ടല്ലോ, അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചൊല്ലണം. അതിനായിട്ട് നമ്മളൊരു സമയം കണ്ടെത്തി ചൊല്ലണമെന്നൊന്നുമില്ല. നമ്മൾ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ, നടക്കുന്നതിൻ്റെ ഇടയിൽ, എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്നതിൻ്റെ ഇടയിലൊക്കെ നമുക്കതങ്ങനെ ചൊല്ലാവുന്നതുള്ളൂ. ദിക്റുകളല്ല ഒരു ഭാഗത്തിരുന്ന് പ്രത്യേകിച്ച് അങ്ങനെ ചൊല്ലണമെന്നൊന്നുമില്ല. അപ്പോൾ അതിനും നമ്മൾ ശ്രമിക്കണം. അപ്പോൾ ഇതിനിടയിലൊക്കെ നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കണം. ഓരോ സ്വലാത്തിനും ഒരുപാട് കൂലിയും അനുഗ്രഹങ്ങളുമൊക്കെ അള്ളാഹു തരുന്നതാണ്. അതുപോലെ റമദാനാകുമ്പോൾ രാവിലെ നേരത്തെ പണിയൊക്കെ ഒരുങ്ങുമല്ലേ, അപ്പോൾ നമ്മൾ ളുഹാ നമസ്കാരമല്ലേ അത് നിർവഹിക്കണം. കഴിയുന്നവർ 2 റക്അത്ത്, ചുരുങ്ങിയത് 2 റക്അത്താണ്, അല്ലെങ്കിൽ 4, 6, 8, 10 അങ്ങനെ പോകാം. പക്ഷെ ചുരുങ്ങിയത് 2 നമ്മൾ നിസ്കരിക്കണം. പിന്നെ എല്ലാ ഫർള് നിസ്കാരത്തിൻ്റെ മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ നിർവഹിക്കാൻ നോക്കുക. അനാവശ്യമായിട്ടുള്ള TV, മൊബൈൽ പ്രോഗ്രാമുകളൊക്കെ കാണലൊക്കെ ഒന്ന് ഒഴിവാക്കുക. അതുപോലെ അനാവശ്യ സംസാരങ്ങളിൽ നിന്ന് അങ്ങനെയുള്ള എല്ലാ തെറ്റുകളിൽ നിന്നും നമ്മൾ വിട്ടു നിൽക്കുക. തെറ്റായ ഒരു പ്രവൃത്തിയും നമ്മളുടെ ഇടയിൽ നിന്നുണ്ടാവാൻ പാടില്ല. കഴിയുന്നത് നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ഇബാദത്ത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ചില ആളുകളുണ്ടല്ലേ റമദാൻ ആയിക്കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാനായിട്ടുള്ളൊരു മാസമാണെന്ന് കരുതിയിട്ട് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കി, പിന്നെ അതൊന്നും ചിലപ്പോൾ തുറന്നു കഴിഞ്ഞാൽ അങ്ങനെ കഴിക്കാനും പറ്റില്ല, വേസ്റ്റായി. അങ്ങനെ അടുക്കളയിൽ ഒരുപാട് സമയങ്ങൾ ഈ ഒരു നല്ല മാസത്തിൽ നമ്മൾ ചിലവഴിക്കാതിരിക്കുക. കഴിയുന്നതും നമ്മുടെ ആവശ്യത്തിനുള്ള ഭക്ഷണങ്ങൾ മാത്രം ഉണ്ടാക്കി അടുക്കളയിൽ നിന്ന് എത്രയും പെട്ടെന്ന് സ്കിപ്പായിങ്ങാണ്ട് നമ്മൾ ഇബാദത്തിലേക്ക് മുഴുകുക. അടുക്കളയിൽ കടന്നുകൊണ്ട് ഒരുപാട് പലവിധ വിഭവങ്ങൾ ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അതിന് സമയം ഉണ്ടാവുള്ളൂ. നമുക്ക് ഇബാദത്തുകൾ ചെയ്യാനുള്ള സമയമൊന്നും കിട്ടില്ല. അപ്പോൾ നല്ല ഒരു ശരിയാക്കപ്പെട്ട നല്ലൊരു മാസമാണിത്. അപ്പം കഴിയുന്നതും നമ്മൾ ഇബാദത്തിൽ മുഴുകി നമ്മൾ ഒരുപാട് കൂലിയും പ്രതിഫലവും ഒക്കെ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് വാങ്ങിക്കൂട്ടണം. പിന്നെ നോമ്പ് തുറക്കുമ്പോൾ ഈത്തപ്പഴം കൊണ്ട്, അല്ലെങ്കിൽ കാരക്കാണല്ലോ നല്ലതല്ലേ, അത് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തുറക്കുക. അത് പ്രത്യേകമായിട്ടുള്ള സുന്നത്തുണ്ട്. പണ്ട് കാലങ്ങളിൽ പറഞ്ഞാൽ കുറച്ച് കാലങ്ങൾക്ക് മുമ്പൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലായിരുന്നു, നോമ്പ് തുറക്കണ പിന്നെ പരിപാടി കിടക്കുമ്പോൾ നോമ്പ് തുറക്കെ ഉണ്ടാക്കുമ്പോൾ ഓരോ ഈത്തപ്പഴവും ചീന്തി പിച്ചാക്കിയിട്ടാണ് ഉണ്ട് അല്ലേ. ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് 1, 2, 3 ഒക്കെ ഈത്തപ്പഴം ആണെങ്കിൽ നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാവുന്നതാണ്. അത്രക്കും നമുക്കിപ്പോൾ ഈത്തപ്പഴം നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് കിട്ടുന്നുണ്ട്. നോമ്പ് തുറക്കുമ്പോൾ അല്ലാഹുമ്മ ലക സുംതു അലാ റിസ്ഖിക അഫ്തർതു എന്ന ആ ഒരു ദുആ കൂടി ചൊല്ലിയിട്ട് വേണം നോമ്പ് തുറക്കാൻ. അപ്പോൾ ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തുറക്കാൻ, ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തുറന്നാൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഈത്തപ്പഴം കൊണ്ട് നമ്മൾ നോമ്പ് തുറക്കാൻ പറയുന്നത്. അതിനുശേഷം ഒരുപാട് വെള്ളം കുടിക്കുക. പൊരിച്ച പലഹാരങ്ങളൊക്കെ കഴിയുന്നതും ഒഴിവാക്കുക. ഒരുപാട് വെള്ളം കുടിക്കുക. ഫ്രൂട്ട്സ് നന്നായിട്ട് കഴിക്കുക. എന്നാലേ നമ്മുടെ ശരീരത്തിന് ക്ഷീണവും കുയക്കവും ഒന്നും ഇല്ലാതെ അടുത്ത
ദിവസത്തിലെ നോമ്പ് കൂടി നമുക്ക് വളരെ ഉഷാറായിട്ട് നോൽക്കാൻ കഴിയുകയുള്ളൂ. വീട്ടിൽ അത്താഴത്തിന് ചോറുണ്ടാക്കുന്നവരാണെങ്കിൽ അതിൻ്റെ കഞ്ഞിവെള്ളം ഉണ്ടാവില്ലേ, ആ കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ വെറുതെ അത് കളയാതെ അതിൽ നിന്ന് ഒരു ഗ്ലാസ് ഒക്കെ ഉപ്പിട്ട് കണ്ട തറാവിയൊക്കെ വന്ന് കഴിഞ്ഞ് വന്ന ഒരു സമയമൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളമൊക്കെ കുടിക്കാൻ ശ്രമിക്കുക. ഒക്കെ നമ്മുടെ ശരീരത്തിന് നല്ലൊരു ഉന്മേഷം തരുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ ഇതുപോലെയൊക്കെ ചെയ്താൽ തന്നെ ഒരു ദിവസത്തെ നമ്മുടെ നോമ്പും നല്ല നിലക്ക് തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും, ഒരുപാട് പ്രതിഫലത്തോടു കൂടി. നമ്മുടെ ഓരോ കാര്യവും നമ്മൾ നാളെ ചെയ്യാം എന്ന് കരുതിങ്ങാണ്ട് മാറ്റി വെക്കരുത്. റമദാൻ വരുന്നു എന്ന് പറഞ്ഞ റമദാൻ ഇപ്പോൾ നമ്മുടെ മുന്നിലേക്ക് എത്തി. ഇതുപോലെ തന്നെ വളരെ പെട്ടെന്ന് റമദാൻ നമ്മളോട് വിട പറഞ്ഞു പോകും. അപ്പോഴേക്കും നമ്മൾ പിന്നെ സമയം ഉണ്ടാവില്ല, നാളെ എന്ന് പറഞ്ഞ് നീട്ടി വെച്ചാൽ. അപ്പോൾ എല്ലാവരും എല്ലാ കാര്യങ്ങളും ഇന്ന് തന്നെ തുടങ്ങണം. അപ്പോൾ നമ്മുടെ ഓരോ നോമ്പും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തിക്കനുസരിച്ച് നമുക്ക് നോറ്റ് വീട്ടാൻ കഴിയട്ടെ. അതിനുള്ള ആരോഗ്യവും ആയുസ്സും ആഫിയത്തും നമുക്കും നമ്മുടെ മക്കൾക്കും ഭർത്താക്കന്മാർക്കും മാതാപിതാക്കൾക്കും കുടുംബങ്ങൾക്കും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.